വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. എന്നാൽ യുഡിഎഫിലെയും എൽഡിഎഫിലെയും കേരള കോൺഗ്രസുകൾക്ക് ബില്ലിനെ എതിർക്കുന്നതിൽ ആശങ്കയുണ്ട്. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, നാളെ സഭയിൽ എന്ത് സമീപനം സ്വീകരിക്കണം, എന്ത് തന്ത്രം സ്വീകരിക്കണം എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി KC വേണുഗോപാലിന്റെ വസതിയിൽ ഒരു യോഗം ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? കോൺഗ്രസിനെ നാളെ സഭയിലേക്ക് ബില്ലെത്താൻ ഇരിക്കെ ഈ ഘട്ടത്തിൽ തുടർ നീക്കങ്ങൾ ഏത് തരത്തിലാണ് ആലോചിക്കുന്നത്? ഈ NDAക്കകത്തും ഘടകകക്ഷികളിൽ ചിലർക്ക് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. എന്താണ് സംഭവിക്കുന്നത് വിനീത VG? തീർച്ചയായും PK സൂചിപ്പിച്ചതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ വസതിയിൽ അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. എംപിമാരൊക്കെ ഇവിടേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് KC വേണുഗോപാലിന്റെ വസതിയിലാണ്. ഈ നിലപാടിൽ ചർച്ച ചെയ്യാൻ, ഈ വഖഫ് ബില്ലിന്മേലുള്ള നിലപാട് ചർച്ച ചെയ്യാനാണ് UDF എംപിമാരുടെ പ്രത്യേക യോഗം ചേരുന്നത്. KC വേണുഗോപാലിന്റെ വസതിയിൽ അല്പസമയത്തിനകം തന്നെ ഈ യോഗം ആരംഭിക്കും. ഹൈബി ഈഡൻ, ഒപ്പം തന്നെ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, ജബി മേത്ര, ആന്റണി ഉൾപ്പെടെയുള്ള എംപിമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ TK സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബില്ലിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പാർലമെന്റിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ്, ഈ സഖ്യ പാർട്ടികളുടെ യോഗത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മോദി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധവും ഒപ്പം ഭിന്നിപ്പുണ്ടാക്കുന്നതുമായ അജണ്ടയെ പരാജയപ്പെടുത്തുന്നതിന് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഒന്നിച്ചു പ്രവർത്തിക്കുമെന്നാണ് ഈ യോഗത്തിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ബില്ലിന്റെ നിലപാട് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം നാളെ ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും ബില്ലിനെ എതിർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഇന്ന് ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. 36 പ്രതിപക്ഷ പാർട്ടികൾ നേതാക്കൾ യോഗത്തിൽ, ഈ ഖാർഗെ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ വസതിയിൽ പ്രത്യേകമായി ഈ യോഗം ചേരുന്നത്. അല്പസമയത്തിനകം തന്നെ യോഗം തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ ബില്ലിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ തന്നെ തീരുമാനം. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എംപിമാർക്ക് വിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഭരണപക്ഷം എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാലും സഭയ്ക്കുള്ളിൽ തന്നെ തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുകയോ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് എംപിമാരുടെ നിലപാട്. സഭയ്ക്കുള്ളിൽ നിന്ന് ശക്തമായ എതിർവാദം ഉന്നയിക്കും. ആവശ്യമെങ്കിൽ വോട്ടെടുപ്പും ആവശ്യപ്പെടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ വസതിയിൽ എംപിമാർ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. ശശി തരൂർ അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ശരി, വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ക്രൈസ്തവ സംഘടനകൾ, സഭാ നേതൃത്വമൊക്കെ ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ UDFിലെയും LDFിലെയും കേരള കോൺഗ്രസുകൾക്ക് ബില്ലിനെ എതിർക്കുന്നതിൽ ആശങ്കയുമുണ്ട്. വിനീത VG അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.